അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വീട്ടിലായിട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് റോബസ്റ്റ വാഴ വിത്ത് വെച്ച് തുടങ്ങുകയാണ്. ഏകദേശം 1.5 മാസക്കാലയളവായി നമ്മളിപ്പോൾ ബഡൊക്കെ തയ്യാറാക്കിയിട്ടിട്ട്. ഇത് ഇത്ര നേരം താമസിച്ചതിനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കൊല്ലം നേന്ത്രം നട്ടിരുന്ന ഫ്ലോട്ടാണ്. അന്നേരം ചെറിയ രീതിയിലുള്ള മുളകൾ ബഡ് തയ്യാറാക്കിയിട്ടിട്ടും വന്നിട്ടുണ്ട്. അന്നേരം ഇതെല്ലാം വളർന്നു വന്ന് നമുക്ക് അതിൻ്റെ കൃത്യ സ്പോട്ടുകൾ കിട്ടി. ഇതെല്ലാം ഇളക്കി കളഞ്ഞതിന് ശേഷമായിരിക്കണം നമ്മൾ വിത്തുകൾ വെക്കേണ്ടത്. ആദ്യം കുഴിയെടുക്കുന്ന ടൈമിൽ ഇപ്പോൾ മുളച്ച് വന്നിരിക്കുന്ന ഈ വിത്തുകൾ മൊത്തം നമ്മൾ കുത്തിക്കളയും. എന്നതിന് ശേഷമാണ് നമ്മൾ റോബസ്റ്റേൻ്റെ വിത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 6 അടി ഗ്യാപ്പാണ് വാഴകൾ തമ്മിൽ ഉള്ള അകലം. ഈ ഒരു കൊല്ലം കൊണ്ട് ഫിനിഷാകുന്നതല്ല, നമ്മൾ 2 കൊല്ലത്തേക്കാണിത് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു കൊല്ലം ഒരു മൂട്ടിൽ ഒരു വാഴ എന്നുള്ള രീതിയിൽ, ദെൻ രണ്ടാമത്തെ കൊല്ലം ആകുമ്പോഴത്തേക്ക് ഒരു മൂട്ടിൽ 2 വാഴ നിർത്തിയിട്ട് അതിൻ്റെയും വിളവെടുക്കുന്ന രീതിയിലാണ് നമ്മൾ ക്രമീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ 6 അടി ഗ്യാപ്പ് ഓരോ വാഴകൾ തമ്മിൽ കൊടുത്തിരിക്കുന്നത്. ഏകദേശം 13ഓളം ബഡുകൾ ഈ ഒരു ഫ്ലോട്ടിലുണ്ട്. ഇതിൻ്റെ കൃഷി രീതികൾ നിങ്ങൾക്ക് നമ്മൾ ഇത്ര നാൾ നേന്ത്രൻ്റെയാണ് ചെയ്തിരുന്നത്. അന്നേരം റോബസ്റ്റേൻ്റെ കൃഷി രീതികളെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാനായിട്ടും അതുപോലെ ഇതിൻ്റെ വളപ്രയോഗങ്ങളും നേന്ത്രനിൽ നിന്ന് കുറച്ച് വിഭിന്നമായിട്ടാണ് റോബസ്റ്റേൻ്റെ വളപ്രയോഗങ്ങൾ വരിക. ഇതിനകത്ത് ജൈവവളത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാം. നേന്ത്രൻ്റെ വീഡിയോയും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകും. ഏകദേശം ഇതിപ്പോൾ ഇന്ന് നട്ട് ഏകദേശം 24 ദിവസം തൊട്ട് തന്നെയാണ് വളപ്രയോഗങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്രാവശ്യം നമുക്ക് വിത്തിന് ചെറിയ രീതിയിലുള്ള കേടുണ്ടായിരുന്നു. അതിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന മരുന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്പേറ്റ് പ്ലസ് ഇമിഡാക്ലോർപ്പിഡാണ്. അതിൽ നമ്മൾ ഏകദേശം 20 മിനിറ്റ് മുക്കി വെച്ച് ഒരു ദിവസം വിത്ത് വെച്ചതിന് ശേഷമാണ് നമ്മളിപ്പോൾ നടാൻ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ കുഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ ഒരു പകുതി ബഡോളം കുഴിയെടുത്തിട്ട് ഒരുമിച്ചാണ് നട്ടു പോകുന്നത്. ഇതിനുശേഷം നമ്മൾ 24 ദിവസത്തിന് ശേഷം ജൈവവളം ഇട്ട് വളപ്രയോഗങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മൾ NPK ഫോർമുല ആൻഡ് അതുപോലെ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കോംബോകൾ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എന്നിരുന്നാലും ജൈവവളത്തിൻ്റെ അളവ് ഇതിന് ഒത്തിരിയേറെ കൂടുതലായിട്ട് ആവശ്യമുള്ള ഇനമാണ്. അതുകൊണ്ട് തന്നെ ജൈവവളം നമ്മൾ കൂടുതലായിട്ട് ഇത് ചെയ്യുകയും ചെയ്യും. അന്നേരം ഈ റോബസ്റ്റ വാഴ കൃഷി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാനായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും നമസ്കാരം.